ലൂസിഫർ എന്ന് പറയുന്ന സിനിമ തുടങ്ങി അവസാനിക്കുമ്പോൾ അതായിരുന്നു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വലുത്. സിനിമ. ആ. വലിയ സിനിമ മലയാള സിനിമയുടെ ഉം. ഡിപ്പൻ മലയാള സിനിമയുടെ അന്നത്തെ ബഡ്ജറ്റ് വെച്ചിട്ട് അത് വലിയ സിനിമയാണ്. ഉം. ആ വലിയ സിനിമയിൽ നിന്ന് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് മലയാള സിനിമ മാറുമെന്നോ അല്ലെങ്കിൽ ആ സിനിമ സാധ്യമാകുമെന്നോ അന്ന് ആർക്കും ഒരു ധാരണയില്ല. ഉം. അത് ലൂസിഫർ പോലും എന്താകുമെന്ന് പറയുന്ന ഒരു ആശങ്കയൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഉം. പക്ഷെ അതൊക്കെ തിയേറ്ററിന്റെ ആ ഡേ തന്നെയാണ് മാറ്റി എഴുതിയത്. ഉം. ആ വലിപ്പം ഉണ്ടാക്കിയത് ലൂസിഫർ തന്നെയാണ്. ഉം. അതിന്റെ മാസ് ഹിറ്റ് തന്നെയാണ്. ഉം. ഈ ചേട്ടനായിട്ട് ഇഷ്ടമുള്ള ഇതിനകത്ത് ക്യാരക്ടർ ലുക്ക് ഏതാ ലാലേട്ടൻ്റെ ശരിക്കും? എനിക്ക് അതായത് നമ്മൾ പറയില്ലേ, അതായത് രണ്ട് ടൈപ്പ് ഓഫ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു മരുഭൂമിയിൽ കുറേ നേരം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉം. അല്ലെങ്കിൽ ഒരു നമ്മളെ എക്സ്പാൻഡ് ചെയ്യുന്ന, നമ്മളെ ഏത് ലോകത്തേക്ക് കൊണ്ടിട്ടാലും ഉം. നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു പച്ചപ്പിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു 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 ഇഷ്ടമുണ്ടല്ലോ. അതിപ്പോൾ നമ്മൾ എബ്രഹാം ഖുറേഷിയെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് സ്റ്റീഫനെ കാണാനാണ്. ഉം. അത് ഈ സിനിമയ്ക്കകത്തുണ്ട്. ആ മാജിക് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഉം. അതായത് എബ്രഹാം ഖുറേഷിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് എമ്പുരാൻ ഇത്രയും ഹൈപ്പിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ എബ്രഹാം ഖുറേഷിയുടെ വലിപ്പമാണ്. ഉം. ലൂസിഫറിലെ എൻഡ് ഓഫ് ദ സീനാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. ആ എക്സൈറ്റ്മെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കാം മേ ബി എമ്പുരാൻ. ഉം. പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ മിസ് ചെയ്യുന്നത് സ്റ്റീഫനെ ആയിരിക്കും. ഉം. ആ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് വരുന്ന സ്റ്റീഫനെ ആയിരിക്കും. ഉം. ആ സ്റ്റീഫനെ നമ്മൾക്ക് കാണാൻ കൊതിയുണ്ടാവും. ഉം. അത് ഇതിനകത്ത് മാജിക് പോലെ വർക്കാവണം എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ഞാൻ ആ മൊമെന്റ് കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് തിയേറ്ററിൽ അത് ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് അതിന് കിട്ടുന്ന എന്ത് റെസ്പോൺസ് ആയാലും അത് അതിൻ്റെ ഒരു ഏറ്റവും ഹൈ ലെവലിലായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ബിഫോർ ഈ ആന്റണി ചേട്ടൻ എങ്ങനെ ആക്ച്വലി സെറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങളെ ഹെലികോപ്റ്റർ കഥയൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു. ശരിക്കും ഹെലികോപ്റ്റർ കഥയൊക്കെ ഹെലികോപ്റ്റർ കഥ അതിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഉം. ആ ഒരു സീനിന് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഹെലികോപ്റ്റർ എന്നുള്ളതല്ല, രാജു എന്തു പറയുന്നു ഉം. അതിന് അദ്ദേഹം ഒരു ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും, ഇപ്പോൾ ലാൽ സാറിൻ്റെ ഫാൻ എന്നുള്ള രീതിയിലും പുള്ളി ഒന്നിനും നോ പറയുന്ന, അല്ലെങ്കിൽ നോ പറയാൻ ആഗ്രഹിക്കാത്ത, ഇനിയും മലയാള സിനിമയുടെ വലിപ്പം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അത് പറ്റട്ടെ, അദ്ദേഹത്തിന് അത് പറ്റുന്ന രീതിയിലേക്ക് ഒരു എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സക്സസ് ഉണ്ടായാൽ മാത്രം തന്നെയാണ്. ഈവൻ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് ആയാലും, ഇപ്പോൾ നമുക്കറിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലും എന്ത് എക്യുപ്മെന്റ്സ് ആയാലും, എന്ത് റിക്വയർമെന്റ്സ് ആണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ആന്റണിച്ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് നോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. അത് ആ സിനിമയുടെ ട്രസ്റ്റാണ്. ഈവൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ട്രസ്റ്റാണ്. അതിലേക്ക് ഇനി തേർഡിലേക്ക് എത്തുമ്പോൾ പോലും ഇതിൻ്റെ ഒരു സക്സസ് തന്നെയാണ് അദ്ദേഹത്തിന് കുറച്ചും കൂടി വലുതാവുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ വലിപ്പം ആക്ച്വലി എല്ലാ ആളുകൾക്കും വലിപ്പം എന്ന് പറയുന്നത്, ഈവൻ പ്രൊഡ്യൂസർ ഒഴികെ ബാക്കി എല്ലാ ടെക്നീഷ്യൻസും എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ പ്രൊഡ്യൂസർ വ്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സിനിമയുടെ പ്രോസസ്സിൽ എല്ലാവരും ഹാർഡ് വർക്കിലായിരിക്കും, എല്ലാവർക്കും ഒരേ ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ നിന്ന് മാറി വർക്ക് ചെയ്യുന്ന ഒരാളാണ് പ്രൊഡ്യൂസർ. അദ്ദേഹത്തിന് മണി സ്പെൻഡിങ് ആണ് മെയിൻ അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ അദ്ദേഹത്തിന് ഓൺ സെറ്റിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് മാറിയിരിക്കും. ബാക്കി എല്ലാ ആളുകളുടെയും മൈൻഡ് സെറ്റ് ഒന്നായിരിക്കും. അപ്പോൾ അതാണ് ഏത് പ്രൊഡ്യൂസറെയും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഒരു സെറ്റിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യം, സെറ്റിൽ ജസ്റ്റ് ഒരു മഴ പെയ്യുന്ന മൊമെന്റിൽ അതുവരെ ചെയ്ത ജോലി നിർത്തിവെച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും സറണ്ടർ ആവുക. മീൻസ് ആ സമയത്തിന് ഫ്രീ ടൈം എന്ന് പറയുമ്പോൾ അത് എൻജോയ് ചെയ്യും. പക്ഷെ ആ എൻജോയ്മെന്റ് ഒരിക്കലും പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പ്രൊഡ്യൂസർ ആ സമയത്ത് നെഞ്ചിൽ തീയായിരിക്കും എപ്പോഴാ. അപ്പോ ഈ ചിരിക്കുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹം ശത്രുവായിരിക്കും. മീൻസ് ഇത് ഒരു പ്രൊഡ്യൂസറുടെ കാര്യമല്ല, എല്ലാ പ്രൊഡ്യൂസറും ഇതൊക്കെ സ്വാഭാവികം. പക്ഷെ ഒരു സിനിമ എന്ന് പറയുന്നത് ഇത്തരം കുറേ മൊമെന്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഇത് ചെയ്തിട്ട് ഇതായി പോകുന്നതാണ്.